الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നടത്തിയ 10 ഉപദേശങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബ മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും, ഏതെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ നീ ഒരിക്കലും പങ്കു ചേർക്കരുത് എന്നാണ് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്. രണ്ടാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ രണ്ടാമതായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തീർച്ചയായും താങ്കളുടെ മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചു കളയരുത്. ഒരു സാഹചര്യത്തിലും ലാ തഉക്കന്ന വാലിദൈ, മാതാപിതാക്കളോടുള്ള ബന്ധം താങ്കൾ ഒരിക്കലും മുറിച്ചു കളയരുത്. വ ഇൻ അമറാക, ഉമ്മയോ വാപ്പയോ താങ്കളോട് കൽപ്പിച്ചാലും അൻ തഖ്റുജ മിൻ അഹ്ലിക് വ മാലിക്, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനും സാമ്പത്തികമായൊരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും, വീടോ കുടുംബമോ അനന്തരാവകാശമോ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഉമ്മയും വാപ്പയും പറഞ്ഞാൽ പോലും അവരോടുള്ള ബന്ധങ്ങൾ താങ്കൾ മുറിച്ചു കളയരുത്. ഇതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ട ഈ ഒരു കാര്യം, ഇതെന്താണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതും മഹത്വമുള്ളതുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് എന്ന് നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു ഘട്ടത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന്റെ നേരെ പ്രയോഗിക്കുകയാണ്. സഅദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ ദുർബലത അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. ഉമ്മ പറഞ്ഞാൽ എന്തു ചെയ്യും എന്ന മനസ്സ് മകനുണ്ട് എന്നറിയുന്നത് കൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു, മുഹമ്മദിൽ താങ്കൾ അവിശ്വസിക്കുന്നതുവരെ, പുതിയ മതത്തെ താങ്കൾ ഉപേക്ഷിക്കുന്നതുവരെ ഉമ്മ ഒരിക്കലും ഭക്ഷണം കഴിക്കുകയില്ല, അന്നപാനീയങ്ങൾ ഉമ്മ ഒരിക്കലും തൊടുക, ഒരിക്കലും വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയുന്നൊരു കാര്യമാണ്, ഉമ്മ, ഈ ആവശ്യം ഉന്നയിച്ച് എന്റെ മുന്നിൽ കിടന്ന് ഒരു 100 തവണ ഉമ്മ മരണപ്പെട്ടാലും ഞാൻ ഒരിക്കലും എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്നാണ്. മാതാപിതാക്കളോട്, ഉമ്മ പാപ്പമാരോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായമോ എതിരായ നിലപാടുകളോ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ഇസ്ലാം ആകെ പറഞ്ഞത് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ. ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും പറയുകയാണെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി ഉമ്മയോ വാപ്പയോ നിർബന്ധിക്കുകയാണെങ്കിൽ അതൊരിക്കലും അനുസരിക്കേണ്ടതില്ല. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾക്ക് വഴങ്ങാനും മാതാപിതാക്കൾക്ക് കീഴ്പ്പെടാനും മാതാപിതാക്കളോട് അഭിപ്രായം ചോദിക്കാനും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അവർ കൽപ്പിച്ചത് ചെയ്യാനും അവർ ആവശ്യപ്പെട്ടതുപോലെ ജീവിക്കാനും ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഉമ്മാനോടോ വാപ്പാനോടോ ഇപ്പൊ നമ്മൾ ഈ സദസ്സിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉമ്മയോ വാപ്പയോ ജീവിച്ചിരിക്കുന്നവർ, കുറച്ചൊക്കെ പ്രായമായ ഉമ്മയോ വാപ്പയോ ഉള്ള ആളുകൾ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും എന്തെങ്കിലും കാരണങ്ങളാൽ അവരോട് നമുക്ക് മുഷിപ്പുണ്ടായിട്ടുണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്. നമ്മൾ വലുതായപ്പോ, മാതാപിതാക്കൾക്ക് പ്രായമായപ്പോ അവരും നമ്മളും തമ്മിലുള്ള പെരുമാറ്റത്തിൽ, പ്രവർത്തനത്തിൽ, ഇടപെടലുകളിൽ, സ്വഭാവത്തിൽ, പ്രതികരണത്തിൽ ഒക്കെ അത് അവരുടെ വന്ന, ഉമ്മന്റെ അടുത്തോ വാപ്പന്റെ അടുത്തോ വന്ന വീഴ്ച കൊണ്ടാകാം. 100% അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച കൊണ്ടാകാം നമ്മുടെ മനസ്സിൽ മുഷിപ്പുണ്ടാകുന്ന, അവരോട് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്വന്തം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ് ഇത് പരിഹരിക്കാൻ എന്താ ചെയ്യുക? ഉമ്മയോട് ബാധ്യത ഉണ്ട്, വാപ്പാനോട് ബാധ്യത ഉണ്ട് എന്നൊക്കെ അറിയാം. എന്നാൽ എന്നോട് ഉമ്മ അങ്ങനെ പറയരുതായിരുന്നു. എന്റെ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിക്കുന്നത് ഉമ്മ അന്ന് പറഞ്ഞ വാക്കാണ്. ആരോട് എന്ത് ചെയ്താലും എന്നോട് എന്റെ വാപ്പ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഈ വാക്ക് പറഞ്ഞിട്ടാണ്, ഇങ്ങനെ വൈകാരികമായി നമ്മളെ സ്വാധീനിച്ചിട്ടാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ശൈത്താൻ ഇടപെടാറുള്ളത്. ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തതാണ് എന്റെ ഉമ്മ, എങ്ങനെയാണ് ഞാൻ എന്റെ ഉമ്മാനെ നോക്കിക്കൊണ്ടിരുന്നത്, എന്നിട്ടും എന്നോടും എന്റെ മക്കളോടും ഉമ്മ അങ്ങനെ ചെയ്തു, വാപ്പ ഇങ്ങനെ ചെയ്തു. ഈ വൈകാരികതയെ ഇളക്കി വിട്ടിട്ടാണ് ശൈത്താൻ പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരുത്താറുള്ളത്, അകൽച്ച ഉണ്ടാക്കാറുള്ളത്. വാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് നാവിന്ന് വന്നുപോയത് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ്. ഉമ്മാക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രയോഗം നമ്മുടെ നാവിൽ നിന്ന് വന്നു പോവുക ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. നമ്മുടെ പക്ഷത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ 100% ഞാനാണ് ശരി എന്ന് തോന്നുന്ന, എന്റെ ഭാഗത്താണ്, ആരുടെ മുമ്പ് പോയി പറഞ്ഞാലും അത് ഉമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമാറ്, അത്രക്കും എന്റെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുമാറ്, അങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൂടാ. അത് ഇസ്ലാമിന്റെ നിലപാടാണ്, പരിശുദ്ധ ദീനിന്റെ നിയമമാണത്. ആ നിയമത്തിന് എത്ര പ്രാധാന്യമുണ്ട്! അള്ളാഹുവിനോടുള്ള ബാധ്യതയോളം പ്രാധാന്യം അതിനുണ്ട്. പടച്ചോനോടുള്ള കടമ കർത്തവ്യങ്ങളോളം പ്രാധാന്യം അതിനുണ്ട്. അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യാറില്ലേ?
നിങ്ങൾ തെറ്റ് ചെയ്യാറില്ലേ? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ തെറ്റ് ചെയ്യാറില്ല. തെറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യാ? അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാത്തൊരു മുസ്ലിം ഉണ്ടാകും. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാത്തൊരു മുസ്ലിം ഉണ്ടാകുമോ? തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ, പാപമോചനം തേടൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഞാൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. നമ്മളൊക്കെ അത് പറയും, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. അല്ലാഹ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്താ നിങ്ങൾക്ക് ഉമ്മാക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങളോട് പൊറുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്ത് വലിയ തെറ്റ് ചെയ്താൽ എന്റെ റബ്ബിൻക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്താ നിങ്ങൾക്ക് വാപ്പാനോട് പുറത്തു കൊടുത്താൽ, എന്താ നിങ്ങൾക്ക് ഉമ്മാനോട് ക്ഷമിച്ചു കൊടുത്താൽ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും ഫഅഫു വസ്ഫഹു. നിങ്ങൾ ക്ഷമിക്ക്, വിശാലത കാണിക്ക്, പുറത്തു കൊടുക്ക്, ഒഴിവാക്ക്. ഫഅഫു വസ്ഫഹു, നിങ്ങൾ ഒഴിവാക്കി കൊടുക്ക്, ക്ഷമിച്ചു കൊടുക്ക്, പുറത്തു കൊടുക്ക്, വിട്ടുകൊടുക്ക്. ഫഅഫ് എന്ന് പറഞ്ഞ പദം നമ്മൾ പഠിച്ചാൽ അത്ഭുതമാണത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും, ഞാനത് വിട്ടു എന്ന് പറയും. നമ്മൾ സാധാരണ അങ്ങനെ ഞാനത് വിട്ടു, എനിക്കൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ പദത്തെക്കുറിച്ച് പഠിച്ചാൽ ഫഅഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം എന്താ നമ്മളോട് പറയുന്നതെന്ന് അറിയോ? ഒട്ടകമോ കുതിരയോ ഒക്കെ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോയിട്ട് മണലിൽ അതിന്റെ കുളമ്പ്, അതിന്റെ കാൽക്കുളമ്പ് പതിഞ്ഞിട്ട് അതിന്റെ അടയാളം ഉണ്ടാവും. അതിന്റെ ആ നടന്ന വഴിയിൽ അതിന്റെ അടയാളം ഉണ്ടാവും. മണൽക്കാറ്റടിക്കുമ്പോ, മണൽപ്പരപ്പിൽ മണൽക്കാറ്റടിക്കുമ്പോ അതിലെ മൃഗം നടന്നുപോയതിന്റെ ഒരടയാളവും പിന്നെ അവശേഷിക്കുകയില്ല. അതാണ് പുറത്തു കൊടുക്കൽ. ആ പദത്തിന്റെ അർത്ഥം അതാണ്. പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടകം നടന്നുപോയതിന്റെ ഒരടയാളവും ബാക്കിയാകാത്ത വിധം മണൽക്കാറ്റടിച്ച് മണൽപ്പരപ്പിൽ അതിന്റെ അടയാളങ്ങളൊക്കെ മായ്ക്കപ്പെടുന്നത് പോലെ അങ്ങനെ പുറത്തു കൊടുക്കണം. മനസ്സിൽ പിന്നൊന്നും ബാക്കിയില്ലാത്ത വിധം പുറത്തു കൊടുക്കണം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉമ്മാന്റെ പെരുമാറ്റത്തിലോ വാപ്പാന്റെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു കൊടുക്കണം. കാരണം അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അതിഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുന്നത് എന്താഗ്രഹം വെച്ചിട്ടാണ്, എന്ത് കൊതിച്ചിട്ടാണ്, എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്നല്ലേ? എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പുറത്തു കൊടുത്തുകൂടാ എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ അള്ളാഹു തന്നോട് ചേർത്തിയാണ്. ഞാൻ ഓതിയ ആയത്ത് നിങ്ങൾക്കറിയാം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നോട് ചേർത്തിയാണ് ഉമ്മനെ ഉപ്പനെയും കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. അൻ അബ്ദില്ലാ ഖാൽ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അമൽ അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, അയ്യുൽ അമൽ അഹബ്ബു ഇലല്ലാഹ്. ഞാൻ കുറേ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇബാദത്തുകൾ പലതും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അസ്സലാത്തു അലാ വഖ്തിഹാ. നിസ്കരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞില്ല റസൂൽ. റസൂൽ പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് അടുത്തത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമുക്ക് അവിടെ വിശദീകരിക്കാം. അസ്സലാത്തു അലാ വഖ്തിഹാ. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. നിസ്കരിക്കുന്നത് പടച്ചോന് ഇഷ്ടാണ് എന്ന് പറയാതെ റസൂലിന്റെ പ്രയോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ അയ്യു ഖാല സുമ്മ അയ്യു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ? നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ പിന്നെ ഏതാണ് നബിയെ? ഖാല ബിർറുൽ വാലിദൈൻ സുമ്മ ബിർറുൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്, നന്മ ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് രണ്ടാമത്തത്. ഖാല സുമ്മ അയ്യു. മൂന്നാമതെന്താണ്? പിന്നെന്താണ്? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഖാല ഹദ്ദസനി ബിഹിന്ന വലവിസ്തസ്തഹു ലസാദനി.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാൻ മൂന്നാമത് ചോദിച്ചു പറഞ്ഞു ജിഹാദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പിന്നെയും ചോദിച്ചാൽ പിന്നെയും റസൂൽ പിന്നെ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമായിരുന്നു എന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു പറയാണ്. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. റസൂലിനോട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഖാല അഖ്ബല റജുലുൻ ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്. അല്ലാഹുവിന്റെ റസൂലെ, ഹിജ്റയിലും ജിഹാദിലും ഞാൻ താങ്കളോട് ബൈഅത്ത് ചെയ്യാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിജ്റ പോകുമ്പോ കൂടെ ഉണ്ടാകും, അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോ കൂടെ ഉണ്ടാകും. ഞാൻ താങ്കളോട് ബൈഅത്ത് ചെയ്യാണ്. ഒരാൾ വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അബ്തഇൽ അജ്റ മിനല്ലാഹ്, ഞാനിങ്ങനെ താങ്കളോട് ബൈഅത്ത് ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, ഉമ്മയോ വാപ്പയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോ അയാളോട് ചോദിക്കണം റസൂല്, ഉമ്മണ്ടോ അല്ലെ വാപ്പയോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല നഅം ബൽ കിലാഹുമാ, രണ്ടാളുണ്ട്, ഉമ്മയും വാപ്പയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. ഖാല ഫതബ്തഇൽ അജ്റ മിനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക. ഖാല നഅം, അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. ഖാല, അത് പ്രതീക്ഷിച്ചിട്ടാണോ താങ്കൾ എന്നോട് ഇങ്ങനെ ബൈഅത്ത് ചെയ്തത്? അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർജി ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമാ, ഉമ്മാന്റെ വാപ്പാന്റെ അടുത്ത് പോയിട്ട് അവരോടുള്ള സുഹബത്ത് നന്നാക്കുക. ഉമ്മാന്റെ വാപ്പാന്റെ അടുത്ത് പോയിട്ട് അവരോടുള്ള സുഹബത്ത് നന്നാക്കുക. എന്താ സുഹബത്ത്? എന്താണ് സുഹബത്ത് എന്ന് പറയുന്നത്? സഹവാസം എന്നാണ് നമ്മൾ അതിന്റെ മലയാളത്തിൽ പറയാം. താങ്കൾ അവരോട് പോയിട്ട് ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്ത് പോയിട്ട് അവരോടുള്ള സഹവാസം നന്നാക്കുക. ഞാൻ വിളിച്ചിരുന്നു ഉമ്മാനെ, ഞാൻ വിളിച്ചിരുന്നു, ഉമ്മാക്ക് ഞാൻ മരുന്ന് കൊടുത്തയച്ചിരുന്നു, ഉമ്മാനെ ഞാനന്ന് കണ്ടിരുന്നു. അങ്ങനെയല്ല, സുഹബത്ത് എന്താണ്? ഉമ്മാനോട് സുഹബത്ത് ഉണ്ട്. കുറച്ചേരം ഉമ്മാന്റെ അടുത്ത് പോയി ഇരിക്കൽ. സുഹബത്ത് പറഞ്ഞാൽ അടുത്ത് പോയി സഹവസിക്കലാണ്. ഉപ്പാന്റെ അടുത്ത് ഇപ്പാനങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ വിളിച്ചിരുന്നു എന്നല്ല, സുഹബത്ത്. നിങ്ങൾ അവരോടുള്ള സുഹബത്ത് നന്നാക്കുക. നമ്മൾ ചെല്ലുന്നതും ഇരിക്കുന്നതും കാണുന്നതും മിണ്ടുന്നതും പറയുന്നതും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നു. സമയം കൊടുക്കാൻ എനിക്ക് എല്ലാം കൊടുക്കാം. പൈസ വേണമെങ്കിൽ ഉമ്മാക്ക് എത്ര നമ്മൾ അയച്ചു കൊടുക്കും, വാപ്പാക്ക് എത്രയാണോ മരുന്നിന് വേണ്ട, ഏത് ഡോക്ടറാണോ കാണേണ്ടത് അതൊക്കെ കൊടുക്കും, അതൊക്കെ ചെയ്യും. അവർക്ക് വേണ്ടത് എന്താണ്? അതാണ് റസൂൽ പറയുന്നത്. അവർക്ക് വേണ്ട എന്താണ്? എന്റെ കുട്ടി മരുന്ന് വാങ്ങി തന്നു, എന്റെ മകൻ എനിക്ക് നല്ല ഭക്ഷണം, അവന്റെ ഭാര്യ എന്റെ മരുമകള് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ഉമ്മാക്ക് എന്താണ് വേണ്ടത്? ഉമ്മാക്ക് വേണ്ടത് നിങ്ങളുടെ സുഹബത്താണ്. എന്റെ സുഹബത്ത് എന്താണ്? ഉമ്മാക്ക് വേണ്ടത് നിങ്ങളൊന്ന് അടുത്തുപോയി ഇരിക്കലാണ്. വാപ്പാക്ക് വേണ്ട നിങ്ങളൊന്ന് ശരീരം മുട്ടിയിരിക്കലാണ്, സഹവസിക്കലാണ്, കുറച്ച് സമയം ഉമ്മാന്റെ കൂടെ ചെലവഴിക്കലാണ്, വാപ്പാന്റെ കൂടെ ചെലവഴിക്കലാണ് നിങ്ങളിൽ നിന്ന് വാപ്പ ആഗ്രഹിക്കുന്ന കുറച്ച് സമയം. അതിന് എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല, അത് ഇബാദത്താണ്. ജിഹാദിന് വരണ്ട. സ്വഹാബത്തും റസൂലും യുദ്ധത്തിന് പോകുമ്പോ കൂടെ താങ്കൾ വേണ്ട. യുദ്ധക്കളത്തിൽ ഇറങ്ങി വാളെടുത്തിട്ട് ശത്രുവിനോട് ഏറ്റുമുട്ടാനൊന്നും താങ്കൾ വരണ്ട. താങ്കൾ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കണ്ട. ഹിജ്റ പോകുമ്പോ ഹിജ്റയിൽ നാട് വീട് ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ വരാനും നിൽക്കണ്ട. താങ്കൾ എന്ത് ചെയ്താൽ മതി? ഉമ്മന്റെ അടുത്ത് പോയിട്ട് കുറച്ചേരം ഇരുന്നാ മതി. അത് ജിഹാദിനേക്കാൾ വലിയ പുണ്യകർമ്മമാണ്, ഹിജ്റയേക്കാൾ വലിയ നന്മയാണത്. ഇതിലും മേലെ എങ്ങനെയാണ് മാതാപിതാക്കളുടെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും അവരോടൊപ്പം ഇരിക്കുന്നതിന്റെയും സമയം ചെലവഴിക്കുന്നതിന്റെയും ചോദിക്കുന്നതിന്റെയും പറയുന്നതിന്റെയും? ഉമ്മ ഒന്ന് ചോദിച്ചിട്ട് ആ കാര്യം രണ്ടാമത് ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ ശബ്ദം മാറും, സ്വരം മാറും, അതിന്റെ കനം മാറും, നമ്മുടെ വർത്താനത്തിന്റെ കനം മാറും. അപ്പൊ ഒരു വട്ടോ രണ്ടു വട്ടോ ചോദിക്കുള്ളൂ. മൂന്നാമത് ചോദിക്കാൻ ഉമ്മക്ക് ധൈര്യമല്ല. മൂന്നാമത് ചോദിക്കുമ്പോ മോനത് ഇഷ്ടപ്പെടാതെ വരുമോ, അനിഷ്ടമാകുമോ, നമ്മുടെ ശബ്ദം പൊങ്ങോ, ശബ്ദത്തിന്റെ കനം കൂടോ? ഉമ്മാക്ക് പേടിയാണ്. നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ നമ്മൾ പറഞ്ഞു, അത് കേട്ടിട്ട് മനസ്സിലായില്ല, എന്തോന്ന് പറഞ്ഞു, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ പിന്നെയും ചോദിക്കാത്തന്തേ, എന്തേ പറഞ്ഞ് എന്ന് പിന്നെയും രണ്ടാമത് ചോദിച്ചാൽ കോലം മാറും. അത് ഉമ്മാക്കറിയാം.
എന്താണ് പറഞ്ഞത് എന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാൽ നമ്മുടെ രൂപം മാറും, നമ്മുടെ ശൈലി മാറും. സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം നന്നാക്കുക എന്നാണ് പറഞ്ഞത്. വഅബ്ദുല്ലാഹ്, അല്ലാഹ് പറയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ 36-ാമത്തെ ആയത്ത്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ. വലാ തുശ്രികൂ ബിഹി ഷൈആ, അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കല്ലേ, അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കല്ലേ. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നിനെയും പങ്കു ചേർക്കല്ലേ. വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സംഗതി ഇങ്ങനെ പറഞ്ഞ് ആ ആയത്ത് നമ്പറിട്ട് അവിടെ അവസാനിക്കാതെ അതേ ആയത്തിൽ അടുത്ത പദം എന്താ പറയുന്നത്? വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. ലാ യജ്സി വലദുൻ വാലിദൻ ഇല്ലാ അൻ യജിദഹു മംലൂകൻ ഫയശ്തരീഹി ഫയുഅത്തികഹു. എന്താണ് പകരാകുക? പകരം ഉമ്മി വാപ്പ ഇങ്ങോട്ട് ചെയ്തതിന് നമ്മൾ അതൊരു തത്തുല്യമായ രീതിയിൽ പകരം ഉമ്മയെയും വാപ്പയും സംരക്ഷിക്കാനോ സഹായിക്കാനോ സന്തോഷിപ്പിക്കാനോ സമാധാനിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് കഴിയോ? കഴിയൂലെന്നാണ് റസൂൽ പറയുന്നത്. തത്തുല്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹമല്ലേ, അത് അതേ അളവിൽ തിരിച്ചു തരാൻ മക്കൾക്ക് കഴിയില്ല. കാരണം ഉമ്മയുടെ മനസ്സിലുള്ള സ്നേഹം അത് മക്കളോട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിക്ഷേപിച്ച ഒന്നാണ്. ബാപ്പാന്റെ മനസ്സിലുള്ള കാരുണ്യം അത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിക്ഷേപിച്ച ഒന്നാണ്. നമ്മൾ നമ്മുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും തിരിച്ച് നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കാറില്ല, അതിന് കഴിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ യജ്സി വലദുൻ വാലിദൻ ഇല്ലാ അൻ യജിദഹു മംലൂകൻ, അടിമയായിട്ട് വേറൊരാളുടെ കീഴിലുള്ള ഒരു അടിമയായിട്ട് വാപ്പാനെ കണ്ടുമുട്ടിയിട്ട് അത് മോചിപ്പിക്കേണ്ടി വന്നാൽ പോലും അതൊരിക്കലും തുല്യമാവില്ല, നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്തതിന് തുല്യമാവില്ല. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. ഇത് ലോകം മുഴുവൻ നമ്മൾ ആർക്കൊക്കെ ഏത് ഭാഷയിലാണോ മനസ്സിലാക്കുക ആ ഭാഷയിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കേണ്ടുന്ന ഒരായത്താണിത്. പരിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൽ 23-24 ആയത്തുകൾ. ലോകത്ത് ഏത് മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാകുന്ന, ഏത് ജാതിയോ മതമോ വിഭാഗമോ ഏത് നാട്ടുകാരനോ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന അതിസുന്ദരമായ തത്വങ്ങളാണ് മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അള്ളാന്റെ വിധിയാണിത്, അള്ളാഹുവിന്റെ തീർപ്പാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. എന്നിട്ട് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാന. എത്ര സ്ഥലങ്ങളിലാണ് പടച്ചോനോട് ചേർത്തിട്ട് ഉപ്പാനെ പറയുന്നത്, പടച്ചോനോട് ചേർത്തിട്ട് ഉമ്മാനെ പറയാ. അതെന്തിനാണ്? ആ സ്ഥാനം അറിയാനാണ്, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകാനാണ്. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബർ, നിങ്ങളോടൊപ്പം അവർ പ്രായാധിക്യത്തിലെത്തിയാൽ, നല്ല ആരോഗ്യമുള്ള ഉപ്പാക്കും ഉമ്മാക്കും നല്ല ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കേണ്ടുന്ന പരിഗണനയല്ല വാർദ്ധക്യത്തിലെത്തുമ്പോ കിട്ടേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത് നീച്ചു നടക്കുന്ന പ്രായത്തിൽ നമ്മൾ പരിഗണിക്കും. അതിനേക്കാൾ പരിഗണന കിട്ടേണ്ട പ്രായമാണ് അവരുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്. അഹദുഹുമാ ഔ കിലാഹുമാ, ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും വാർദ്ധക്യത്തിലെത്തി നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എല്ലാവർക്കും അറിയാം ഉഫിൻ എന്ന പദം, നമുക്ക് എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയാം. വിഷമിപ്പിക്കുന്ന വാക്ക് പറയരുത്, അവരെ വേദനിപ്പിക്കുന്ന ഒരു പദം, അങ്ങനത്തെ ഒരു അക്ഷരം വായിന്ന് വരരുത്. ഉമ്മാക്ക് സങ്കടം വരുന്ന ഒരു പദം, ഒരു പ്രയോഗം, ഒരു ശബ്ദത്തിന്റെ കനം, ഞാൻ അത് എപ്പോഴും ആവർത്തിച്ച് പറയാണ്. ഉമ്മാർക്ക് പേടിയാണ് മക്കളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ പേടിയാണ്. നമ്മുടെ ശബ്ദത്തിന്റെ കനം മാറുന്നത് അവർക്ക് പേടിയാണ്. അങ്ങനെ വരരുത്. വലാ തൻഹർഹുമാ, നിങ്ങൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, വെറുപ്പിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വഖുൽ ലഹുമാ, നിങ്ങൾ അവരോട് പറയേണ്ടുന്ന വാക്കെന്താണ്? കരീമായ വാക്കാണ് ഉമ്മാനോട് പറയേണ്ടത്. നിങ്ങൾ പറയുന്ന വാക്ക്, ഉമ്മാനോടുള്ള പ്രയോഗം, ഉമ്മാനോട് ഉപയോഗിക്കുന്ന പദങ്ങൾ, ഉമ്മയോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, വാപ്പയോട് പറയുന്ന വാക്കുകൾ അതെന്താവണം? അത് കരീമാകണം. കരീമായ വാപ്പയെ ഒരു പദങ്ങളെ
ഉമ്മാനോടും വാപ്പാനോടും നമ്മൾ പറയാൻ പാടുള്ളൂ ഖൗലൻ കരീമാ. നിങ്ങള് ഒരു മാന്യമായ കരീം എന്നതിന് നമ്മൾ പറയാം, നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന ഒന്ന് മാന്യമായ ഭാഷ മാത്രമേ, വളരെ മാന്യമായ വാക്കുകൾ മാത്രമേ മാതാപിതാക്കളോട് നിങ്ങൾ ഉപയോഗിക്കാവൂ. ദേഷ്യപ്പെടരുത്, നിങ്ങൾ ചാടിക്കളിക്കരുത്, എടുത്തു ചാടി പറയരുത്, കയർക്കരുത്, വെറുപ്പിക്കരുത്. നിങ്ങൾ അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? മാന്യമായ വാക്കുകളാണ്. ഏത് പദം ഉമ്മാനോട് പറയാം? ഉമ്മാനോട് പറയാൻ പാടില്ലാത്ത വാക്കേതാ? വാപ്പാനോട് എന്തൊക്കെ പറയാം, വാപ്പാനോട് എന്തൊക്കെ പറയാൻ പാടില്ലാത്തത്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണകൾ ഉണ്ടാകണം. അള്ളാഹു ഈ ആയത്തിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ഒറ്റ പ്രയോഗത്തിൽ ചുരുക്കി. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ആയത്ത് തുടങ്ങുകട്ടോ പരിശുദ്ധ ഖുർആനിൽ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ ആയത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്: വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചാണ്. വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ. പിന്നെ അടുത്ത ആയത്ത് പിന്നെ തുടരുന്നത് ഉമ്മാനെ വാപ്പാനെ കുറിച്ചാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഉമ്മാക്കും പാപ്പാക്കും നമ്മൾ ചെല്ലുമ്പോൾ ഒരു താങ്ങായി, ഒരു തണലായി, ഒരു ആശ്വാസമായി. എന്റെ കുട്ടി വരുന്നുണ്ട്, എന്റെ മകൻ വരുന്നുണ്ട്, എന്റെ മകള് വരുന്നുണ്ട്. ഉമ്മാക്കതൊരു ആശ്വാസമാകണം, ഉമ്മാക്കതൊരു തണലാകണം. ഉമ്മന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അമ്മ പക്ഷിയുടെ ചിറകിനടിയിൽ കിടന്നിട്ട് അതിന്റെ കുഞ്ഞാശ്വസിക്കുന്നത് പോലെ കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ പ്രായമായ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങൾ ചിറക് താഴ്ത്തി കൊടുക്കണം. പൊക്കിപ്പിടിച്ച ചിറകല്ല. ഞാനിങ്ങനെ മുകളിൽ നിന്നിട്ട് എല്ലാം ചെയ്തു കൊടുക്കേണ്ടതെന്നല്ല. നിങ്ങൾ അവരുടെ മേലെ നിങ്ങളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിപ്പിടിക്കണം എന്നാണ്, അവരെ ചേർത്തു പിടിക്കണം എന്നാണ്, അവർ നിങ്ങളെ ഒപ്പുണ്ടാകണം എന്നാണ്. നമ്മളുടെ ഒപ്പം ഉമ്മയും വാപ്പി ഉണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹമുഹുമാ കമാ റബ്ബയാനി സഈറ. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ, അള്ളാഹുവേ നീ അവർക്ക് കരുണ നൽകണേ. കമാ റബ്ബയാനി സ്വഈറ, ചെറുപ്പത്തിൽ അവർ എന്നെ സംരക്ഷിച്ചതുപോലെ, എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ, എന്നെ അവർ സ്നേഹിച്ചതുപോലെ അതുപോലെ തിരിച്ചു ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതിന് പകരം അള്ളാഹുവേ നീ അവർക്ക് കരുണ നൽകണേ. എന്റെ ഉമ്മാക്കും വാപ്പാക്കും അവരെന്നെ സ്നേഹിച്ചതിന് പകരം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവേ നീ അവർക്ക് കരുണ ചെയ്യണേ. എനിക്ക് സ്നേഹം തന്നതിന് പകരം അള്ളാഹുവേ നീ അവർക്ക് കരുണ ചെയ്യണേ. എന്നെ പോറ്റി വളർത്തി വലുതാക്കിയതിന് പകരം ചെയ്യാൻ എന്തൊക്കെ ചെയ്താലും എന്നെ കൊണ്ടാകില്ല. അള്ളാഹു അതുകൊണ്ട് എന്റെ ഉമ്മാനും വാപ്പാനെ നീ പരിഗണിക്കണേ എന്നാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കല്ല. അള്ളാഹു പ്രാർത്ഥിക്കാനുള്ള പദം പഠിപ്പിച്ചു തരാണ്. വാക്ക്, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞാൽ മതി. എന്റെ ഉപ്പാക്ക് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളിന്നല്ല, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞു പ്രാർത്ഥിക്കൂ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ, അള്ളാഹു എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ കാരുണ്യം നൽകണമേ. കമാ റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ പോറ്റി വളർത്തി വലുതാക്കിയതുപോലെ സ്വഈറ, ചെറുപ്പത്തില് ഞാൻ ചെറുതാകുമ്പോ എന്തെല്ലാം അനുഭവിച്ചു എനിക്ക് വേണ്ടി, അതിനൊന്നും പകരം ചെയ്യാൻ എനിക്കാവില്ലല്ലോ റബ്ബേ, ഞാൻ എത്ര ദുർബലനാണ്. എനിക്ക് എന്റെ ഉമ്മയും വാപ്പയും തന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും കാവലിനും ഒക്കെ പകരമായി അള്ളാഹുവേ നിന്റെ സ്നേഹവും കരുണയും കാവലും എന്റെ മാതാപിതാക്കൾക്ക് നൽകണേ എന്നാണ് നിങ്ങൾ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ഭന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉമ്മയും വാപ്പയും അവര് പ്രായമായാൽ
സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യണം എന്ന് പറയുന്നത് പോലെ മരണപ്പെട്ട മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്. ഉമ്മയും വാപ്പയും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബി ഉസൈദ് മാലിക് ബിൻ റബീഅ ഖാല ബൈനമാ നഹ്നു ഇൻദൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇത് ജാഅഹു റജുലുൻ മിൻ ബനി സുലൈം, ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അബഖിയ മിൻ ബിർരിൻ അബവയ്യ ശൈഉൻ അബറുഹുമാ ബിഹി മിൻ ബഅദി മൗതിഹിമാ. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരെ, അബഖിയ മിൻ ബിർരിൻ, ഞാൻ എന്തെങ്കിലും പുണ്യങ്ങൾ ഇനി ബാക്കി ചെയ്യേണ്ടതുണ്ടോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തതല്ലാത്ത എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അബറുഹുമാ ബിഹി മിൻ ബഅദി മൗതിഹിമാ, മരണാനന്തരം എന്റെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ. ഒന്ന്, അസ്സലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി നിസ്കരിക്കാം, ജനാസ നമസ്കാരം, ആ നമസ്കാരം മയ്യത്ത് നമസ്കാരം, അസ്സലാത്തു അലൈഹിമാ ഒന്ന്. രണ്ട്, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, ഉമ്മാക്കും പാപ്പാക്കും വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താം. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഇത് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് മക്കൾ പ്രാർത്ഥിച്ചാൽ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒരാൾ വിട്ടുപോകുന്ന ഏറ്റവും വലിയ സമ്പത്ത് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഉമ്മയും വാപ്പയും മരിച്ചിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടും ഉമ്മയെയും വാപ്പയെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അത് വലിയ സമ്പത്താണ്. അങ്ങനെ മക്കളാകാൻ അതാണ് ചെയ്യേണ്ടത്. ഇസ്തിഗ്ഫാർ, അവർക്ക് വേണ്ടി ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പറയണം. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഉമ്മ മരിച്ചുപോയി. വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല, വാപ്പ മരിച്ചുപോയി. വാപ്പാക്ക് വേണ്ടി വാപ്പ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉമ്മാക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കുന്നതിന് വരെ നമ്മൾ പറഞ്ഞാൽ മതി, അള്ളാഹ് സ്വീകരിക്കുന്നു. എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ ഉമ്മന്റെ തെറ്റ് അള്ളാഹു പുറത്തു കൊടുക്കും. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണം ഞാൻ പറഞ്ഞാൽ എന്റെ ഉപ്പാന്റെ തെറ്റ് അള്ളാഹു പുറത്തു കൊടുക്കും. മരണശേഷം, അവരുടെ കാലശേഷം നമ്മൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. മൂന്നാമത്തെ എന്താണ്? അവർ ചെയ്ത കരാറുകൾ ഉണ്ടാവും, എന്തെങ്കിലും കൊടുക്കാം വാങ്ങാം എന്നൊക്കെ പറഞ്ഞ അവർ ചെയ്ത കരാറുകൾ അത് മക്കൾ പൂർത്തീകരിക്കണം. ഉമ്മയോ വാപ്പയോ ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിക്കണം. മിൻ ബഅദി മൗതിഹിമ. നാലാമത്തത് വഇക്റാമു സദീഖിഹിമ, അവരുടെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണം. ഉപ്പനോട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളുണ്ടാവും, ഉപ്പാന്റെ കൂട്ടുകാരനായി കുറെ കാലത്തെ ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. ആ ബന്ധത്തെ നിങ്ങൾ ഉപ്പയെ ആദരിക്കുന്നത് പോലെ ഉപ്പയുടെ കൂട്ടുകാരനെ ആദരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളുടെ ഉമ്മയുടെ കൂട്ടുകാരി, എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നത് ഇന്ന ആളെ വിളിച്ചിട്ടാണ്, എപ്പോഴും അവ പോയി കാണും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അവർ രണ്ടാളും ഭയങ്കര ബന്ധമായിരുന്നു എന്ന് നമ്മൾ പറയും. നിങ്ങൾ അവരെ പോയി കാണണം. ഉമ്മയെ സന്ദർശിക്കുന്നത് പോലെ ആ ഉമ്മയെ നിങ്ങൾ സന്ദർശിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മ നല്ല മനസ്സും നല്ല ബന്ധവുമായി ആരോടൊക്കെ ഉണ്ടായിരുന്നുവോ അവരോടൊക്കെ നിങ്ങൾക്ക് ബന്ധം. സ്വദീഖിഹിമ, അവരുടെ രണ്ടുപേരുടെയും കൂട്ടുബന്ധങ്ങൾ ഉണ്ടാവും. ആ കൂട്ടുബന്ധങ്ങളെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ പോയി കാണണം, സന്ദർശിക്കണം, അവരോടുള്ള ബന്ധം നിങ്ങൾ പുലർത്തണം. വസിലത്തുർ റഹിം അല്ലതി ലാ തൂസലു ഇല്ലാ ബിഹിമാ, നിങ്ങൾ ഉമ്മ വഴിക്കുള്ള കുടുംബങ്ങൾ, ഉമ്മ മരിച്ചു കഴിയുമ്പോ അവിടെ മുറിയണ ബന്ധം ഉണ്ടാവും. നമ്മൾ തന്നെ പറയും, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇരിക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഉമ്മ മരിച്ചപ്പോ ഒക്കെ കഴിഞ്ഞു എന്ന് പറയും. സിലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കണം. അല്ലതി ലാ തൂസലു ഇല്ലാ ബിഹിമാ, അവരുണ്ടായാലല്ലാതെ ചേരാത്ത ബന്ധങ്ങള്. ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് മാത്രം വരുന്ന കുടുംബക്കാരുണ്ടാവും. ഉമ്മാനെ കാണാൻ ഉമ്മ ഉണ്ടായതുകൊണ്ട്, ഉമ്മയോടുള്ള ബന്ധം കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ ആ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്തണം, ആ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. വാപ്പുള്ള കാലത്തുള്ള ബന്ധങ്ങള്
കുടുംബ ബന്ധങ്ങള്. വാപ്പുള്ളപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ടും പോകാറുണ്ടായിരുന്നു, വാപ്പാനെ കാണാൻ അവർ ഇങ്ങോട്ടും വരാറുണ്ടായിരുന്നു. വാപ്പ മരിച്ചപ്പോ അതൊക്കെ പോയി. നമ്മൾ തന്നെ പറയും, അള്ളാന്റെ റസൂൽ അത് എടുത്തു പറയാണ് നമ്മളോട്. വാപ്പുണ്ടായിരുന്ന കാലത്ത് വാപ്പ ചേർത്തിയ കുടുംബ ബന്ധങ്ങളില്ലേ, വാപ്പയിലൂടെ ചേരേണ്ടുന്ന വാപ്പയുടെ കുടുംബ ബന്ധങ്ങൾ, അത് നിങ്ങൾ നിലനിർത്തണം. 5 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ അവർക്ക് വേണ്ടി നിസ്കരിക്കുക. രണ്ടാമത്തത്, അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. മൂന്നാമത്തത്, അവരുടെ കരാറുകൾ നിങ്ങൾ പാലിക്കുക. ഉമ്മയും ബാപ്പയെ ചെയ്യാന്ന് പറഞ്ഞ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ, ആരാധനാ കർമ്മങ്ങൾ വരെ, നോമ്പെടുക്കാൻ, ബാക്കിയുള്ളത്. ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ ആക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല അവസാന ദിവസങ്ങളിൽ. സംസാരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ സദക്ക ചെയ്യാൻ എന്റെ ഉമ്മ ആവശ്യപ്പെടുമായിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ അതെടുത്ത് സദക്ക ചെയ്താൽ, എന്റെ ഉമ്മ സംസാരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്തായാലും അത് പറയുമായിരുന്നു. എനിക്കത് ഉറപ്പുണ്ട്. പക്ഷെ ഉമ്മാക്ക് അത് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല, ബോധം ഉണ്ടായില്ല. ഞാൻ അതെടുത്തിട്ട് സ്വതക്ക ചെയ്താൽ അതിന്റെ കൂലി എന്റെ ഉമ്മക്ക് കിട്ടുമോ? ഒരാൾ ചോദിക്കണം. നഅം നഅം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതെ, ഉമ്മാക്കാണ് അതിന്റെ കൂലി കിട്ടുക. അതെടുത്ത് താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, സ്വതക്ക ചെയ്യുക എന്ന് റസൂൽ പറയാണ്. അവരുടെ കരാറുകൾ, അവരെന്തെങ്കിലും പറഞ്ഞത്, കൊടുക്കാനുള്ളത്, വാഗ്ദത്തം ചെയ്തത്, അത് നിങ്ങൾ പൂർത്തീകരിക്കുക. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, അവരുടെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണം. ഉമ്മാന്റെ കൂട്ടുകാരികൾ, ബാപ്പാന്റെ കൂട്ടുകാര്, അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ ആദരിക്കണം. അഞ്ചാമത്തത്, വസീലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണം. അല്ലതീ ലാ തൂസലു, ആ കുടുംബ ബന്ധങ്ങൾ ചേരുകയില്ല ഇല്ലാ ബിഹിമാ, അവരിലൂടെയല്ലാതെ. ഉപ്പ വഴിക്ക് ഇങ്ങനെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ഉമ്മ വഴിക്ക് ഇങ്ങനെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ, ഉമ്മ മരിച്ചപ്പോ അത് തീർന്നു എന്നുള്ള അവസ്ഥ വരരുത്. അത് നിങ്ങൾ ബോധപൂർവം അത് വിളക്കി ചേർത്ത് കൊണ്ടു നടക്കണം. അത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്, അവർക്ക് പുണ്യം ചെയ്യലാണ്, അവർക്ക് നിങ്ങൾ ചെയ്യുന്ന നന്മയാണത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹു അവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുകയും പരലോകത്ത് സ്വർഗാവകാശികളാക്കുകയും സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ നമ്മയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും ആയുസ്സും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മാതാപിതാക്കളോട് വന്നുപോയ വീഴ്ചകൾ, വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലൊക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും അതിലൂടെ സ്വർഗാവകാശികളാകുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമ്മബാപ്പമാരിൽ പലരും രോഗികളാണ്. അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.